ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത്, ഞാനിന്ന് ഈ ചെറിയ ഉള്ളി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിന് നമ്മളെടുത്തേക്കുന്നത് ചെറിയ ഉള്ളി, ഒരു ബൗൾ നിറച്ചുള്ള ഉള്ളിയുണ്ട് ഇത് കേട്ടോ. 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വഴറ്റാം. നമ്മളിതൊന്ന് വഴറ്റാൻ പോണേ. അതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലോട്ട് നമുക്കിനി കടുകിടാം. എണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായി. കടുകിടുവാണേ. കടുകൊന്ന് പൊട്ടട്ടെ. ഇതിലോട്ട് നമുക്കിനി കടുക് പൊട്ടിയേ നമ്മൾ ഉള്ളി ഇടുവാണ് ഇതിനകത്തോടെ. ഉള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ഇടുക. ഒന്ന് വഴറ്റണമല്ലോ. ഉള്ളിയും പച്ചമുളകും ഇട്ടേ. ഉള്ളി ഞാനിങ്ങനെ മുറിച്ചില്ല, ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ടു. ഒന്ന് കുറച്ച് നല്ലതായിട്ടൊന്ന് വഴന്ന് വേണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളത്. നമുക്ക് ഉള്ളി വേണമെങ്കിൽ ചെറുതായിട്ട് കുഞ്ഞായിട്ട് നമ്മൾ സാധാരണ അരിഞ്ഞാണെങ്കിലും നമുക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം അത് കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല. അതിന് കരിഞ്ഞ ചുവ വരും. കുറച്ച് നമ്മൾ വഴറ്റി കഴിയുമ്പോൾ ചിലതൊക്കെ അങ്ങ് കരിഞ്ഞു പോകും, ചിലത് കരിയാതെ അങ്ങനെ കിട്ടുകയല്ലോ. അതിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ ആകുമ്പോൾ ഒരേപോലെല്ലാം ഒന്നും റെഡിയായി കിട്ടും. ഞങ്ങൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണെന്നുണ്ടെങ്കിൽ സവോള ഇട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഉള്ളി അരിയുന്ന മടി കാരണം. എല്ലാവർക്കും കൊച്ചുള്ളി അരിഞ്ഞെടുക്കാൻ എല്ലാവർക്കും മടിയല്ലയോ. സവോളയിലായിരുന്നു പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് കറിവേപ്പില ഇടാമേ. കുറച്ച് വഴന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് കറിവേപ്പില ഇടുക. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റ്. നമുക്കാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. നമുക്ക് കറിയൊന്നും ഇല്ലെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ് ഇത്. നമ്മളിതിലോട്ട് പൊടി വകകളൊക്കെ ഇടാൻ പോവാണേ. ഇത് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്ര വഴന്നാൽ മതി. ഇനി പൊടി വകകൾ ഇടുവാണേ. 1 സ്പൂണ് മുളക് പൊടിയെ, 1.5 സ്പൂൺ ഇടുന്നുണ്ട്. 1.5 സ്പൂണ് മുളക് പൊടി. അത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഇത് ഇട്ടേക്കുന്നത്. 1 ടീസ്പൂണാണ് ഇതല്ല. 1 ടീസ്പൂണ് മല്ലിപ്പൊടി. പിന്നിനി കായപ്പൊടി വേണേ. കായപ്പൊടി ഇടണം. ഇനി ഉലുവാപ്പൊടി. അടുത്തത് കായപ്പൊടി ഇടുവാണേ. അത് നമുക്കറിയാമല്ലോ ഇതിന് ഇടേണ്ട ആവശ്യത്തിനുള്ളത്. കായപ്പൊടി ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റാം. ഒന്ന് വഴറ്റി. ഇത്രയും മതിയേ. നമ്മളിതിലോട്ട് ഇനിയും പുളിവെള്ളം ഒഴിക്കുവാണേ. 1 നുള്ളും മഞ്ഞപ്പൊടിയുടെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഒത്തിരി വേണ്ട, ഇച്ചിരി മതി. ഇനി നമ്മളിതിലോട്ട് പുളിയാണേ. 1 ഉണ്ട പുളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു നമ്മൾ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉള്ളിപ്പുളി എന്നാണ് പറയുന്നത്. ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒഴിക്കുവാണേ. ഇനി നമ്മൾ ഉപ്പിടുവാണേ. ഉപ്പിട്ടു. ഇനി നമ്മളിതൊന്ന് ഇളക്കുക. അടിപൊളി ടേസ്റ്റാണ്. നല്ല കറിയാണ്. നമുക്കിത് സത്യം പറഞ്ഞാൽ കറി ഒന്നും വേണ്ട, ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റായത്. ഇനി നമ്മളിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുവാണേ. കുറച്ച് വെള്ളം ഒഴിക്കുന്നു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേകണമല്ലോ. ചെറുതായിട്ടൊന്നൊരു 5 മിനിറ്റ് വെന്താൽ മതി. വെന്തിട്ടുണ്ട് ഇത്.
ശരിക്കും വഴന്ന് കിട്ടിയിട്ടുള്ളത് കൊണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ഇതിൽ ഒരു ഐറ്റം കൂടെ ചേർക്കാം. നമുക്ക് എന്നിട്ട് ഇതിനകത്തിൽ അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇഷ്ടം നമുക്കത് ഇഷ്ടമാണ്. അത് നമ്മൾ ലാസ്റ്റിൽ ഇത് ഇച്ചിരി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് തിളയ്ക്കട്ടെ, ചെറുതായിട്ടൊന്ന് തിളയ്ക്കണമേ. തിളച്ചതിന് ശേഷം നമുക്ക് എന്നുവെച്ചാൽ നമുക്ക് മുക്കാലും ഇത് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വഴന്നായിരുന്നു ഈ ഉള്ളി. ഒരു നല്ലൊരു തിള വരട്ടെ. നമ്മളിത് അടച്ച് വെക്കുവാണേ. ഒരു 3-4 മിനിറ്റ് ഒന്നൊന്ന് തിളയ്ക്കട്ടത്. ഇതേട്ട് ആകാറായിട്ടുണ്ട്. കുറച്ച് വറ്റി കുറുകിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളിനി ഒരിച്ചിരി ശർക്കരയുടെ ചേർക്കാൻ പോവാണേ. അത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ഇവിടെ ഇഷ്ടമാണ്. എന്നുവെച്ചാൽ മധുരവും പുളി എരിവും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇവിടെ ഇഷ്ടമാണ് അതങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിത് ശകലം ചേർക്കുന്നുണ്ട്. ഇച്ചിരി ശർക്കരയുടെ ചേർക്കുവാണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ, ശകലം ചേർക്കുന്നുള്ളൂ ഇത് ഞാൻ. എരിവും പുളിയും മധുരവും എല്ലാം ഒന്ന് ബാലൻസ് ആകും. അപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ചെയ്ത് നോക്കിക്കേ. അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം. സൂപ്പർ. എരിവുണ്ട്, പുളിയുണ്ട്, ചെറിയൊരു മധുരവും ഉണ്ട്. കഴിക്കാൻ നല്ലതാണ്. നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണ് ഇത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കറി റെഡിയായേ. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കറിയാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ കറിയാണ്. നമുക്ക് ദോശയ്ക്കോ ഇഡലിക്കോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും നമുക്കിത് കഴിക്കാവുന്നതാണേ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന കറിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.